നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് പാർട്സ് ഓഫ് സ്പീച്ചിലെ അടുത്ത വിഭാഗമായിട്ടുള്ള അഡ്വേർബിൻ്റെ അഡ്വേർബ്സ് ഓഫ് പ്ലേസ് ആണ് നമ്മൾ പഠിക്കുന്നത്. വാട്ട് ഈസ് ആൻ അഡ്വേർബ് ഓഫ് പ്ലേസ്? എന്താണ് അഡ്വേർബ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതാദ്യം നമുക്ക് നോക്കാം. അഡ്വേർബ്സ് ദാറ്റ് ആർ എംപ്ലോയിഡ് ഇൻ എ സെൻറ്റൻസ് ടു ഡിസ്ക്രൈബ് ദി ലൊക്കേഷൻ or the place where an action is taking place are called adverbs of place. Adverbs of place എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഒരു സ്ഥലം വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ഷൻ്റെ പിറകെ വരുന്ന അഡ്വേർബാണ് അഡ്വേർബ് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. അതായത് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ അഡ്വേർബ് വരുന്നത്. ഇത് സാധാരണ രീതിയിൽ മെയിൻ വെർബിൻ്റെയോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലുള്ള ഒബ്ജക്റ്റിൻ്റെയോ ഒക്കെ ശേഷമാണ് വരിക. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ദ ബോയ് വാസ് ആസ്ക്ഡ് ടു കീപ് ദ കപ്സ് ഹിയർ. ദ ബോയ് വാസ് ആസ്ക്ഡ്, കുട്ടിയോട് ചോദിക്കപ്പെട്ടു, ടു കീപ് ദ കപ്സ്, കപ്പുകൾ സൂക്ഷിക്കാൻ, ഹിയർ ഇവിടെ. എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ. അപ്പോൾ ഹിയർ ആണ് ഇവിടുത്തെ അഡ്വേർബ് ഓഫ് പ്ലേസ്. ഒരു പ്രവൃത്തി എവിടെയാണത് സംഭവിക്കുന്നത്, അതാണ് അഡ്വേർബ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ആർ യു ഗോയിങ് ഔട്ട്, നീ പുറത്തേക്ക് പോവുകയാണോ, ഔട്ട് പുറത്തേക്ക്, എവിടേക്ക്, പുറത്തേക്ക്, ടുഡേ ഇന്ന്. വിൽ യു ബി ലീവിങ്, നീ ഉപേക്ഷിക്കുകയായിരിക്കുമോ, ദ ചെയർ, ചെയർ എന്ന് പറഞ്ഞാൽ കസേര, ഔട്ട്സൈഡ് പുറത്ത്, എവിടെ, പുറത്ത്. വി വെൻറ്റ് നോർത്ത് വാർഡ്സ്, ഞങ്ങൾ നോർത്ത് വാർഡ്സിലേക്ക് പോയി. നോർത്ത് വാർഡ്സ് എന്ന് പറഞ്ഞാൽ നോർത്ത്, ഈ പദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദങ്ങളാണ്. നോർത്ത് വാർഡ്സ് എന്ന് പറഞ്ഞാൽ വടക്കോട്ടേക്ക് എന്നർത്ഥം. അപ്പോൾ ഞങ്ങൾ വടക്കോട്ടേക്ക് പോയി. ആഫ്റ്റർ റീച്ചിങ് ദി ഫൂട്ട് ഓഫ് ദി ഹിൽ, കുന്നിൻ്റെ താഴെ എത്തിയതിന് ശേഷം. ഫൂട്ട് എന്ന് പറഞ്ഞാൽ താഴെ എന്നർത്ഥം. ദ ലിറ്റിൽ ഗേൾ, അപ്പോൾ നോർത്ത് വാർഡ്സ്, എവിടേക്കാണ് പോയത്, നോർത്ത് വാർഡ്സ്, വടക്കോട്ടേക്ക്. ദ ലിറ്റിൽ ഗേൾ റാൻ, ചെറിയ പെൺകുട്ടി ഓടി, ടുവാർഡ്സ്, ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ നേരെ, ലേക്ക് എന്നൊക്കെ അർത്ഥമാണ്. ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ സമീപത്തേക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. ഹെർ മദർ, അവളുടെ അമ്മയുടെ സമീപത്തേക്ക്, എവിടേക്ക്, സമീപത്തേക്ക്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണത്. ദ മൊമെന്റ് ഷീ സോ ഹർ, അവളെ കണ്ട നിമിഷം അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടി. ഇനി പ്രധാനപ്പെട്ട അഡ്വേർബ്സ് ഓഫ് പ്ലേസ് ആണ് നമ്മൾ നോക്കുന്നത്. സംവേർ, എവ്രിവേർ, ഈസ്റ്റ് വാർഡ്സ്, ബാക്ക് വാർഡ്സ്, നിയർ ബൈ, ഹിയർ, നോവേർ, സൗത്ത് വാർഡ്സ്, ടുവാർഡ്സ്, ദേർ, നോർത്ത് വാർഡ്സ്, വെസ്റ്റ് വാർഡ്സ്, ഫോർവേഡ്, അപ്പ്. എല്ലാത്തിൻ്റെയും അർത്ഥം നമുക്ക് നോക്കാം. അർത്ഥമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം, എഴുതി വെക്കുകയും വേണം. സംവേർ എന്ന് പറഞ്ഞാൽ വല്ലയിടത്തും അല്ലെങ്കിൽ എവിടെയോ, ഒരിടത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ എവ്രിവേർ, എല്ലായിടത്തും, സർവത്ര എന്നൊക്കെ അർത്ഥമുണ്ട്. അതുപോലെ ഈസ്റ്റ് വാർഡ്സ് എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടേക്ക് എന്നാണ് അർത്ഥം. അതുപോലെ ബാക്ക് വാർഡ്സ് എന്ന് പറഞ്ഞാൽ പിന്നോട്ട്. പിന്നെ നിയർ ബൈ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത് അല്ലെങ്കിൽ അടുത്തുള്ള എന്നൊക്കെ അർത്ഥമുണ്ട്. ഹിയർ, ഇവിടെ. നോവേർ എന്ന് പറഞ്ഞാൽ ഒരിടത്തേക്കുമില്ല അല്ലെങ്കിൽ എങ്ങുമില്ല എന്നൊക്കെ അർത്ഥം. സൗത്ത് വാർഡ്സ് എന്ന് പറഞ്ഞാൽ തെക്കോട്ട് എന്നർത്ഥം. ടുവാർഡ്സ് നേരത്തെ പറഞ്ഞു, സമീപത്തേക്ക്, നേരെ എന്നൊക്കെ അർത്ഥം. ദേർ, അവിടെ. അതുപോലെ നോർത്ത് വാർഡ്സ് എന്ന് നേരത്തെ പറഞ്ഞു, വടക്കോട്ടേക്ക്. പിന്നെ വെസ്റ്റ് വാർഡ്സ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് എന്നർത്ഥം. ഫോർവേഡ്, അതുപോലെ മുന്നോട്ട്. അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ അല്ലെങ്കിൽ വടക്കോട്ട് എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ, ഔട്ട് പുറത്ത്, ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ് അർത്ഥം. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് എന്നർത്ഥം. പിന്നെ ഹോം വാർഡ് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക്. ഇതൊക്കെ എവിടെയൊക്കെ അല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് എന്നൊക്കെയുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും അഡ്വേർബ്സ് ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇതൊക്കെ അതിൽ വരുന്നത്. ഇനി അപ്സ്റ്റെയേഴ്സ് എന്നാൽ മുകൾ തട്ടിലേക്ക് അല്ലെങ്കിൽ കോണിപ്പുറത്തേക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. കോണിപ്പുറത്ത് എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ എവേ എന്നാൽ അകലെ, ദൂരെ എന്നൊക്കെ അർത്ഥം. ഇൻ, അകത്ത്, ഇൻ. നോർത്ത് എന്നാൽ വടക്ക്, വെസ്റ്റ് പറഞ്ഞാൽ പടിഞ്ഞാറ്. സം പ്ലേസ്, ഏതെങ്കിലും ഒരു സ്ഥലം എന്നർത്ഥം, ഏതെങ്കിലും ഒരു സ്ഥലം. ഡൗൺ സ്റ്റെയേഴ്സ് എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിലേക്ക്, താഴത്തെ നില എന്നൊക്കെ അർത്ഥം.
അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചുറ്റും, 4 ഭാഗത്തും, എല്ലായിടത്തും എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ ബിലോ താഴെ, സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് എന്നർത്ഥം, തെക്ക് കിഴക്ക്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗം. അബ്രോഡ് വിദേശത്ത്, അതുപോലെ എനിവേർ എങ്ങും എവിടെയും എന്നൊക്കെ അർത്ഥം. ഇനി നമുക്ക് ഒരു എക്സർസൈസ് നോക്കാം. എല്ലാ ടാസ്കും പോലെ തന്നെ നമുക്കിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് ബ്ലാങ്കായ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാം. വായിക്കാം. എനിവേർ, നോർത്ത്, അണ്ടർനീത്ത്, സംവേർ, ഇൻ, ഹിയർ, നിയർ ബൈ, ഔട്ട്, ദർ, ഹോംവേർഡ്സ്. ഇതൊക്കെ നമ്മൾ പറയാത്ത അഡ്വേർബ്സ് ഓഫ് പ്ലേസ് ഇതിലുണ്ട്. അതൊക്കെ നിങ്ങൾ അർത്ഥം കണ്ടുപിടിച്ച് എഴുതുക. നിങ്ങൾക്കുള്ളൊരു ടാസ്ക്കാണ്. 1. ക്യാൻ വി പ്ലീസ് ഗോ ഡാഷ് ടു ക്ലിയർ അവർ മൈൻഡ്സ്. 2. ഇറ്റ് ഈസ് റൈനിങ് ഡാഷ്. 3. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഡാഷ് ഫോർ 7 years now. 4. ഡു യു ലീവ് ഡാഷ്. 5. ദേ ഹെഡഡ് ഡാഷ് ആഫ്റ്റർ ദി ഇവൻറ്റ്. 6. ക്യാൻ യു പ്ലീസ് കീപ് ദ ഡോർ ഓപ്പൺ വെൻ യു കം ഡാഷ്. 7. ആഫ്റ്റർ കീപ്പിംഗ് അവർ ലഗേജ് ഇൻ അവർ 3rd floor room വി വെൻറ്റ് ഡാഷ് ടു ദി ഹോട്ടൽ ലോഞ്ച്. 8. ഐ ആം തിങ്കിങ് അബൌട്ട് ഗോയിങ് ഡാഷ് ടു എക്സ്പ്ലോർ ദി മൗണ്ടൻ കൺട്രി. 9. ഐ ഡോണ്ട് തിങ്ക് യു ആർ അലൗഡ് ടു പാർക്ക് ഡാഷ് യു ലൈക്ക്. 10. ഡാർവിൻ ലവ്സ് ടു ഗോ ഡാഷ് ഓൺ എ ഫുൾ മൂൺ നൈറ്റ്. ഇതിൻ്റെ ഉത്തരങ്ങൾ ഇനി അവിടെ അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി റെഫർ ചെയ്യാം. ഉത്തരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം നോക്കുക. ഓക്കെ, താങ്ക് യു.